വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെറുപയർ പ്രഥമൻ. ഇത്രയും എളുപ്പത്തിലുള്ളൊരു പ്രഥമൻ്റെ റെസിപ്പി വേറെ ഇല്ല. നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന സ്പ്ലിറ്റായിട്ട് ഉള്ള മൂങ് ദാൽ അല്ലെങ്കിൽ ചെറുപയർ വെച്ചുണ്ടാക്കുന്ന റെസിപ്പിയല്ല. ഇത് മുഴുവനത്തെ ഉള്ള ചെറുപയർ വെച്ചിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. അധികം സമയമൊന്നും ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെറുപയറും 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതായത് കറക്റ്റ് 1/2 കിലോ ശർക്കരയും 1/4 കിലോ ചെറുപയറും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കട്ടയായിട്ടുള്ള ശർക്കരയോ ഗ്രേറ്റഡ് ശർക്കരയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് തേങ്ങാക്കൊത്തിനായിട്ട് തേങ്ങാപ്പൂൾ എടുത്തിട്ടുണ്ട്, പിന്നെ റൈസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കാഷ്യൂസ്, പിന്നെ നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി വേണം, പിന്നെ ജിഞ്ചർ പൗഡർ, നമ്മുടെ ചുക്ക് പൊടിച്ചതാണ്, ഇഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ജീരകത്തിൻ്റെ പൊടി വേണം, അതായത് ക്യുമിൻ പൗഡർ, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ജീരകത്തിൻ്റെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ നമുക്ക് പാല് വേണം. 1 കവർ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് നമ്മുടെ ചെറുപയർ വെള്ളത്തിലൊന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് പ്രഷർ കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 3 ഇരട്ടി വെള്ളത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചെറുപയറിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 വിസിലിന് ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വേവുന്നിട വരെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളത്തിലോട്ട് നമ്മുടെ 2 കപ്പ് ശർക്കര, 500 ഗ്രാം ശർക്കരയുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇളക്കി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര പൊടി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതല്ല കട്ടയാണെങ്കിലും നമുക്കത് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും വളരെ പെട്ടെന്നായി കിട്ടും. ഇനി ഗ്രേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും കുറച്ച് നേരം എടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മിനിറ്റത്തേക്ക് ഇതൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിൽ കൂടി നമുക്കിത് ഇതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കണം. നിങ്ങൾക്കിത് ആ പ്രഷർ കുക്കറിലോട്ട് തന്നെ അരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് അരിച്ച് ഇതുപോലെ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് കളയാവുന്നതാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം ചെറുപയർ നമ്മുടെ ശർക്കര പാനീയത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിത് ശർക്കര പാനീയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വേവില്ല. ഒരു 5 വിസിലിന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു 6 വിസിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ 1 വിസിലൂടെ വെച്ച്, അപ്പോൾ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ നാക്കുമ്പോൾ ഇതുപോലെ നല്ല വെന്തിരിക്കണം. ആ ഒരു പരുവത്തിന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുറുകേണ്ട ആവശ്യമില്ല, കാരണം ഇതിരിക്കുമ്പോൾ ഇച്ചിരി കട്ടിയാവുന്ന പായസമാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ശർക്കരയൊക്കെ നല്ല പയറിലോട്ട് പിടിച്ച് നല്ല മധുരമൊക്കെ പിടിക്കാനായിട്ട് 5 മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചെറിയ പാനിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചിലപ്പോൾ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അപ്പം സൂക്ഷിച്ച് ചെയ്യുക. അതിനുശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അതും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്, പിന്നെ പാല് ചേർത്ത് കൊടുക്കാനുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പാല് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഞാനിവിടെ തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് പിരിയാൻ സാധ്യതയുണ്ട്. പാല് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം നമ്മളിത് വെച്ച് തിളപ്പിക്കരുത്, അത് പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൊടി ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പാല് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം അടുപ്പത്ത് വെച്ചേക്കാതിരിക്കുക. തീ ഓഫ് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും ഓണം റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.